ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിനായിട്ടുണ്ട്. നമുക്കതിനകത്ത് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി എന്ന് പറയാം. ചെക്കപ്പ് പുള്ളി പറഞ്ഞാൽ അതേപോലെ മിസ്സിങ് ചെക്കപ്പ് ഉണ്ട്, വാട്ടർ സർവീസ്. വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഐഡ്ലിങ്ങിൽ പോകുമ്പോഴാണ് ചെറിയൊരു മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചാണ്. അപ്പോൾ അത് നമുക്ക് കാർബേറ്ററിൻ്റെ ഭാഗത്ത് വന്നാൽ ഈ സ്ലോജറ്റാണ് ബ്ലോക്കായി കിടക്കുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കണ്ടൊന്നുമില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ജെറ്റ് ബ്ലോക്കായി പോകുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടി പോലെ വന്നാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് അഴിച്ച് കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കിയിട്ടില്ല. കാരണം ഞാൻ ഇതിന് ഇത്രയും പ്രോബ്ലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗത്തും കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ തന്നെ നിർത്തിയിട്ട് അതിൻ്റെ സ്ലോ ജെറ്റ് മാറ്റി മെയിൻ ജെറ്റൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത്, സ്ലോ ജെറ്റ് എന്തെങ്കിലും മാറണം, മെയിൻ ജെറ്റ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി മതി, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. പുതിയ ഫിൽറ്റർ കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയാൽ മതി. ചെയിൻ ലൂസ് ഉണ്ട്, ചെയിൻ ടൈറ്റ് ചെയ്ത് തരാം. അതേപോലെ തന്നെ ബാറ്ററി ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത് പുതിയതാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ 2023 ബാറ്ററിയാണ് ഇരിക്കണേ, ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ, 4 ആമ്പിയർ ബാറ്ററി. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.90 വരെ വരുന്നുണ്ട്. ലോട്ടസിലേക്ക് വിടുമ്പോൾ 9.22. അപ്പോൾ നിലവിൽ ഒരല്പം വോൾട്ട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ സെൽഫ് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ് നിലവിൽ കേട്ടോ. 8 വോൾട്ടിലേക്കൊക്കെ 8.5 വോൾട്ടിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ബാറ്ററി കംപ്ലയിൻറ്റിലേക്ക് പോകും. ശരിക്കും 9.5 വോൾട്ട് എന്ന് പറഞ്ഞാൽ ബാറ്ററി അല്പം വീക്കായിട്ടാണ് വരാം. 8.5 വോൾട്ട് എന്ന് പറഞ്ഞാൽ ബാഡായിട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും. ഏകദേശം 9.5 വോൾട്ടിൽ താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ കാർബറേറ്ററിൻ്റെ ആ വന്ന ഭാഗം, ആ ജെറ്റ് വന്ന ഭാഗം നമ്മൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് വേണം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അത്യാവശ്യം പുതിയ പാഡാണ് ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് കാളിപ്പറിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കോൺസെപ്റ്റിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. കോൺസെപ്റ്റ് പൊടിക്ക് ഒരു അടി കാണിക്കുന്നുണ്ട്, തൽക്കാലം നമുക്ക് സെറ്റ് ചെയ്തിടാം. പിന്നെ ഫ്രണ്ടിലത്തെ ഫോർക്കിൻ്റെ ഭാഗം ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ വാട്ടർ സർവീസാണ് പറഞ്ഞാണ്. നമ്മൾ വണ്ടി വർക്ക് കയറിയപ്പോൾ ഒരല്പം ലേറ്റായിട്ടാണ് കയറിയേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ സർവീസിൻ്റെ ദിവസം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തീർക്കാൻ പറ്റുമെന്നുള്ളൂ. ബാക്കിയത്തെ മെയിൻ്റനൻസ് വർക്ക് നമുക്ക് ഏകദേശം ഒരു 7 മണി 7:15 ആകുമ്പോഴത്തേക്കും തീർക്കാം കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും വാഷിംഗ് ക്ലോസ് ചെയ്യും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ വാട്ടർ സർവീസും കൂടി ചെയ്തിട്ട് മതി എന്നുണ്ടെങ്കിൽ നാളെ നമുക്കൊരു 10 മണിക്ക് ആകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.